നമസ്കാരം, എല്ലാവർക്കും ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന ചാപ്റ്ററിന്റെ മറ്റൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുക. മൂന്നാമത്തെ ടോപ്പിക്ക് എ സി വോൾട്ടേജ് അപ്ലൈഡ് ടു എ കപ്പാസിറ്റർ എന്നുള്ളതാണ്. എ സി വോൾട്ടേജ് ഒരു കപ്പാസിറ്ററിന് അക്രോസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കറന്റും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കാം. എ സി വോൾട്ടേജ് ആണ്. സോ എ സി വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് എ കപ്പാസിറ്റർ, ഒരു കപ്പാസിറ്റർ വരച്ചിട്ടുണ്ട്. എ സി വോൾട്ടേജ് ഇതിനെ ക്രോസ് കൊടുക്കുന്നു. ക്ലിയർ ആണല്ലോ? അപ്ലൈ ചെയ്യുന്നത് എ സി വോൾട്ടേജ് ആയതുകൊണ്ട് അത് വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ആണ്. ഈ കംപ്ലീറ്റ് എ സി വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുന്നത് ഇവിടെ മറ്റൊരു കോമ്പോണന്റും ഇല്ല, കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കപ്പാസിറ്ററിന് അക്രോസ് ആണ്. കപ്പാസിറ്ററിന് അക്രോസ് ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. വി ഇസ് ഈക്വൽ ടു, നമുക്കറിയാം കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കപ്പാസിറ്റർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കില് കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ, അതിൽ നിന്ന് നമുക്ക് വി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ സി എന്നൊരു എക്സ്പ്രഷനിലേക്ക് നമുക്ക് വരാം. അപ്പൊ നമ്മൾ കൊടുക്കുന്ന എ സി വോൾട്ടേജ് കംപ്ലീറ്റ് ആയിട്ട് ഈ കപ്പാസിറ്ററിന് അക്രോസ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. സോ അത് ഇക്വേഷനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്താൽ അപ്ലൈ ചെയ്യുന്നത് വി എം സൈൻ ഒമേഗ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു, അത് കംപ്ലീറ്റ് ആയിട്ട് എവിടെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്? ക്യൂ ബൈ സി. അതായത് ഈ കപ്പാസിറ്ററിന് അക്രോസ് ആ വോൾട്ടേജ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യുന്നത്. അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് പറഞ്ഞു ക്യൂ ബൈ സി ആണ്. ഓക്കെ, ഇനി സി ഇങ്ങോട്ടേക്ക് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ സി വി എം സൈൻ ഒമേഗ ടി ഇസ് ഈക്വൽ ടു ക്യൂ എന്ന് കിട്ടി. ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ആണ്. നമുക്കറിയാം, നമുക്ക് കറന്റിന്റെ ഒരു എക്സ്പ്രഷനിലേക്കാണ്, വോൾട്ടേജും കറന്റും തമ്മിലുള്ള ഒരു റിലേഷനിലേക്കാണ് നമ്മൾ വരേണ്ടത്. മുമ്പിലത്തെ ഡെറിവേഷനുകൾ നമുക്കറിയാം. സോ ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് കറന്റ് കിട്ടണമെങ്കിൽ നമുക്ക് കറന്റിന്റെ ഡെഫിനിഷൻ തന്നെ നമുക്കറിയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ഫ്ലോയിങ് പെർ ടൈം. ടൈമിനനുസരിച്ചുള്ള ചാർജ് ഫ്ലോയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമ്മൾ കറന്റ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ക്യൂവിൽ നിന്ന് എനിക്ക് കറന്റിലേക്ക് പോകണമെങ്കിൽ ഡി ക്യൂ ബൈ ഡി ടി ചെയ്താൽ മതി. നമുക്കിപ്പോ ക്യൂ ഉണ്ട്, ക്യൂവിൽ നിന്നും കറന്റിന്റെ എക്സ്പ്രഷനിലേക്ക് പോകണമെങ്കിൽ ഡി ക്യൂ ബൈ ഡി ടി ചെയ്യണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ക്യൂ എന്ന് പറയുന്നത് സി വി എം സൈൻ ഒമേഗ ടി ആണ്. ക്ലിയർ ആണല്ലോ? ഇനി എനിക്കിതിനെ ടൈമിൽ ഡിഫറൻസിയേഷൻ നടത്തണം. സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സി വി എം കോൺസ്റ്റന്റ് ആണ്. സി എന്ന് പറഞ്ഞാൽ ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ആണ്. വി എം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സൈൻ വോൾട്ടേജിന്റെ മാക്സിമം വോൾട്ടേജ് ആണ്. സി വി എം കോൺസ്റ്റന്റ് ആണ്. ബാക്കി വരുന്ന സൈൻ ഒമേഗ ടിയെ ഡിഫറൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക കോസ് ഒമേഗ ടി, കോസ് ഒമേഗ ടി. ഇനി ഒമേഗ ടിയെ ഡിഫറൻഷ്യൽ എടുത്താൽ ഇൻറ്റു ഒമേഗ. ടി എടുക്കുമ്പോൾ ഡി ടി ബൈ ഡി ടി അത് 1 ആയിരിക്കും. ടൈമില് ടിയെ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ നമുക്ക് 1 ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് വിച്ച് വിൽ ബി ഒമേഗ എന്ന് കിട്ടും. സോ അത് ഇതിലേക്ക് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ. ഞാൻ ആദ്യം എഴുതി കഴിഞ്ഞാൽ ഒമേഗ സി വി എം കോസ് ഒമേഗ ടി എന്ന് നമുക്ക് കിട്ടും. ഇനി കോസും സൈനും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. കോസിനെ സൈൻ ആക്കണമെങ്കിൽ അവർ തമ്മിൽ 90 ഡിഗ്രി ഡിഫറൻസ് ആണുള്ളത്. അതുകൊണ്ട് ഇതേ എക്സ്പ്രഷൻ തന്നെ കറന്റ് ഐ ഈസ് ഈക്വൽ ടു ഒമേഗ സി വി എം കോസ് ഒമേഗ ടിക്ക് വരെ എനിക്ക് സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്ന് എഴുതാം. കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 ആണ്. സോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കറന്റിന്റെ എക്സ്പ്രഷൻ ആണ്. ഇനി ഇതേ എക്സ്പ്രഷൻ തന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതുവാണ്. ഐ ഈസ് ഈക്വൽ ടു വി എം ഡിവൈഡഡ് ബൈ 1 ബൈ ഒമേഗ സി. 1 ബൈ ഒമേഗ സി എന്ന് പറയുമ്പോൾ ഒമേഗ സി ന്യൂമറേറ്റർ ചെല്ലും, ഒമേഗ സി ഇൻറ്റു വി എം എന്നുള്ള സെയിം എക്സ്പ്രഷൻ തന്നെയാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. വി എം ഡിവൈഡഡ് ബൈ 1 ബൈ ഒമേഗ സി സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ക്ലിയർ ആണല്ലോ? ഇത് നമ്മൾ മുമ്പ് പറയുന്നത് പോലെ തന്നെ ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ആംപ്ലിറ്റ്യൂഡിന്റെ പോർഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുക. ആംപ്ലിറ്റ്യൂഡിന്റെ പോർഷൻ നമ്മൾ സാധാരണ ആദ്യം റെസിസ്റ്ററിന്റെ കേസിലൊക്കെ നമ്മൾ ഇതിനെ വി എം ഡിവൈഡഡ് ബൈ ആർ എന്നായിരുന്നു നമുക്ക് കിട്ടിയത്. ക്ലിയർ ആണല്ലോ? സോ റെസിസ്റ്ററിന്റെ കേസിലെ 6 കിട്ടിയ സ്ഥലത്ത് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന 1 ബൈ ഒമേഗ സി എന്നാണ്. അതായത് ഒരു റെസിസ്റ്ററിന്റെ കേസിൽ അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് പോലെ തന്നെ ഒരു കപ്പാസിറ്ററിന്റെ കേസിലെ ഒരു റെസിസ്റ്റൻസ്, അങ്ങനെ തന്നെ നമുക്ക് വിളിക്കാം. ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് നമുക്ക് 1 ബൈ ഒമേഗ സി എന്ന് കിട്ടിയിരിക്കുന്നത്. സോ ഈ 1 ബൈ ഒമേഗ സി എന്ന് പറയുന്ന ആ ഒരു ടേമിനെ നമ്മൾ ഇനി മുതൽ വിളിക്കുക എക്സ് സി എന്നായിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്നത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്നാണ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് നമ്മൾ ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ കണ്ടു. ഇൻഡക്ടറിന്റെ കേസിൽ അത് ഓഫർ ചെയ്യുന്ന
റെസിസ്റ്റൻസിന് അത് ഒമേഗ എൽ എന്നായിരുന്നു കിട്ടിയത്. ഇത് 1/ωc എന്നാണ്. ഇൻഡക്ടറിന്റെ കേസിൽ ഒമേഗ എൽ എന്നാണ് കിട്ടുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്നത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്നാണ്. അതുപോലെ തന്നെ കപ്പാസിറ്ററിന്റെ കേസിലെ റിയാക്ടൻസിനെ, റെസിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്നത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്നാണ്. XC എന്നാണ് അതിന്റെ റെപ്രസെന്റേഷൻ. സോ അത് 1/ωc ആണ്. ഈ താഴെ കിടക്കുന്ന പാരാമീറ്റർ ആണ്. സോ I is equal to VM divided by XC sin omega t plus pi/2. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ പറയാം വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റിയാക്ടൻസ് എന്നുള്ളത് നമ്മൾ ദാറ്റ് വിൽ ബി I is equal to IM sin omega t plus pi/2 എന്ന് നമുക്ക് എടുക്കാം. ക്ലിയർ ആണല്ലോ. നമുക്ക് സൈൻ കറന്റിന്റെ എക്സ്പ്രഷൻ കിട്ടി. അങ്ങനെയാണ് നമുക്ക് നോക്കുമ്പോൾ അറിയാം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സൈൻ വോൾട്ടേജ് V is equal to VM sin omega t ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് IM sin omega t അല്ല, IM sin omega t plus pi/2 എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുക. ക്ലിയർ ആണല്ലോ. അതായത് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ നോക്കിയാൽ വോൾട്ടേജിനേക്കാളും pi/2 ഡിഗ്രി മുൻപിലായിരിക്കും. പ്ലസ് pi/2 എന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് മുൻപിലായിരിക്കും ഒരു കപ്പാസിറ്ററിന്റെ അക്രോസ് നമ്മൾ സൈൻ വോൾട്ടേജ് കൊടുത്താൽ ഉള്ള കേസ്. നമുക്ക് അതിന്റെ ഒരു കേർവ്, നമ്മൾ കേർവിലേക്ക് പോയി കഴിഞ്ഞാൽ സൈനിന്റെ ഒരു കേർവ് റെപ്രസെന്റേഷൻ നടത്തിയാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. സോ എക്സ് ആക്സിൽ ടൈമും വൈ ആക്സിൽ കറണ്ടോ വോൾട്ടേജും ആയിരിക്കും. സോ അപ്ലൈ ചെയ്യുന്ന സൈൻ ഫംഗ്ഷൻ ആണിത്. ഇതിന്റെ മാക്സിമം പീക്ക് എന്ന് പറയുന്നത് VM എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് V ആണ് ഞാനിവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. V വേഴ്സസ് ടൈം ഗ്രാഫ് ആണ്. സോ ഇതാണ് അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ്. ഇത് VM സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞിരിക്കുന്ന സൈൻ ഫംഗ്ഷൻ ആണ്, വോൾട്ടേജ് ആണ്. ഇനി കറണ്ടിന്റെ കേസിൽ കറണ്ട് നമുക്ക് കിട്ടുന്നത് IM സൈൻ ഒമേഗ ടി പ്ലസ് pi/2 എന്നാണ്. അതായത് വോൾട്ടേജിനേക്കാളും 90 ഡിഗ്രി കറണ്ട് മുൻപിലായിരിക്കും. അതായത് ഇവിടെ 0 കിട്ടുമ്പോൾ അത് വോൾട്ടേജ് 0 ആയിരിക്കുമ്പോൾ കറണ്ട് ഓൾറെഡി മാക്സിമം ആയിരിക്കും. കറണ്ട് മാക്സിമം 1-ലായിരിക്കും നിൽക്കുക. അതുപോലെ ഇത് 0-ൽ നിന്ന് മാക്സിമത്തിലോട്ട് പോകുമ്പോൾ ഇത് ഡ്രോപ്പ് ചെയ്ത് 0-ലോട്ട് വരുന്നു. വീണ്ടും വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്ത് 0-ലോട്ട് പോകുമ്പോൾ അതിനേക്കാളും മുമ്പേ തന്നെ -1-ൽ എത്തുന്നു. ഇനി വോൾട്ടേജ് -1-ലേക്ക് വരുമ്പോൾ അത് അതിനു മുമ്പ് തന്നെ 0-ലോട്ട് എത്തുന്നു. -1 വരുമ്പോൾ 0 വരും, മുമ്പിൽ നിൽക്കുകയാണ്. വീണ്ടും വോൾട്ടേജ് 0-ലോട്ട് വരുമ്പോഴത്തേനും കറണ്ട് വീണ്ടും അത് +1-ലേക്ക് പോകുന്നു. അത് നമ്മളിവിടെ വരച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലായിരിക്കും നമുക്ക് ഗ്രാഫ് കിട്ടുക. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഈ ഡോട്ടഡ് ലൈൻ ആണ് ഞാൻ കറണ്ട് ആയിട്ട് വരച്ചിരിക്കുന്നത്. ആ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് IM സൈൻ ഒമേഗ ടി അല്ല, ഒമേഗ ടി പ്ലസ് pi/2. അതായത് കറണ്ട് വോൾട്ടേജിനേക്കാളും pi/2 ഡിഗ്രി മുൻപിലായിരിക്കും, ലീഡ് ചെയ്യും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് VM സൈൻ ഒമേഗ ടി, കിട്ടുന്ന കറണ്ട് IM സൈൻ ഒമേഗ ടി പ്ലസ് pi/2. ഇനി അതിന്റെ ഫേസർ ഡയഗ്രാം നൊട്ടേഷൻ വരച്ചാൽ സാധാരണ വരയ്ക്കുന്നത് പോലെ തന്നെ സർക്കിളിൽ സൈൻ ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മൾ ഫേസർ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ആ കാര്യമൊക്കെ വളരെ ക്ലിയർ ആയിരിക്കും. സോ റാൻഡം ആയിട്ട് ഒരു വോൾട്ടേജ് വെക്ടറിനെ ഞാൻ ഇവിടെ റെപ്രസെന്റേഷൻ നടത്തിയാൽ ഇതാണ് വോൾട്ടേജ് വെക്ടർ എങ്കിൽ കറണ്ട് വെക്ടർ എന്ന് പറയുന്നത് അതിനേക്കാൾ 90 ഡിഗ്രി മുൻപിലായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഒരു 3 ടോപ്പിക്കുകൾ മാത്രം ഒന്ന് കമ്പയർ ചെയ്താൽ റെസിസ്റ്ററിന് അക്രോസ് ഒരു AC വോൾട്ടേജ് കൊടുത്താൽ കൊടുക്കുന്ന AC വോൾട്ടേജ് VM സൈൻ ഒമേഗ ടിയും കിട്ടുന്ന കറണ്ട് IM സൈൻ ഒമേഗ ടി ആയിരിക്കും. അതായത് വോൾട്ടേജും കറണ്ടും ഇൻ ഫേസിലായിരിക്കും. വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടും, വോൾട്ടേജ് കുറയുമ്പോൾ കറണ്ട് കുറയും, ഇൻ ഫേസിലായിരിക്കും. എന്നാൽ രണ്ടാമത്തെ ടോപ്പിക്, ഈ ഒരു ഇൻഡക്ടറിന് അക്രോസ് ആണ് നമ്മൾ AC വോൾട്ടേജ് കൊടുക്കുന്നതെങ്കിൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ 90 ഡിഗ്രി, കറണ്ട് പുറകിലായിരിക്കും. നമ്മൾ ലാസ്റ്റ് ലെക്ചർ പറഞ്ഞത് ബാക്ക് EMF കാരണമാണ്. നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴേ കറണ്ട് അവിടെ ഇൻക്രീസ് ചെയ്യണം നിർബന്ധമില്ല. അതൊരു 90 ഡിഗ്രി ലാക്സ് ബിഹൈൻഡ് 90 ഡിഗ്രി ആയിരിക്കും. വോൾട്ടേജിനേക്കാൾ 90 ഡിഗ്രി പുറകിലായിരിക്കും. എന്നാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കപ്പാസിറ്ററിന് അക്രോസ് ആണ് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, സൈൻ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന്റെ കേസിൽ നമുക്ക് കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിനേക്കാൾ 90 ഡിഗ്രി മുൻപിലായിരിക്കും. ഇതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഒരു കപ്പാസിറ്റർ നമ്മൾ ഇത്തരത്തിൽ ഇവിടെ പ്ലേസ് ചെയ്തതിനു ശേഷം നമ്മൾ ഒരു AC വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലി ഈ കപ്പാസിറ്ററിൽ ചാർജ് ഒന്നുമില്ല. സോ ആദ്യമേ AC വോൾട്ടേജ് നമ്മളിവിടെ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഈ കപ്പാസിറ്റർ പെട്ടെന്ന് തന്നെ ചാർജിലാവും. അത് ആ ചാർജിലാകുന്ന പ്രോസസ്സ് ഇനീഷ്യലി വളരെ ഫാസ്റ്റ് ആയിരിക്കും. എന്നാൽ കുറച്ചു നേരം കഴിയുമ്പോൾ അതൊരു സാച്ചുറേറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ ഈ കപ്പാസിറ്ററിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ചാർജിന് ഒരു പരിധിയുണ്ട്. അതാണ് നമ്മൾ ഈ കപ്പാസിറ്റൻസ് എന്നുള്ള വാല്യൂ പറയുന്നത്. കപ്പാസിറ്റൻസ് = Q/V എന്നാണ്.
അതായത് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് നമ്മൾ കൊടുക്കുമ്പോൾ എത്രമാത്രം ചാർജ് ഇതിൽ സ്റ്റോർ ചെയ്യും, അതാണ് Q/V. ഒരു വോൾട്ടേജ് 5 വോൾട്ട് നമ്മൾ കൊടുക്കുവാണെങ്കിൽ എത്ര ചാർജ് ഇതിൽ സ്റ്റോർ ചെയ്യും, ആ ഒരു വാല്യൂ ആണ് കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനൊരു ചാർജ് എന്തുമാത്രം ചാർജ് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊരു പരിധിയുണ്ട്. സോ ഇനീഷ്യൽ ടൈമിൽ അങ്ങോട്ടുള്ള ചാർജ് ഫ്ലോയുടെ റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ഇങ്ങോട്ടേക്ക് ഈ നമ്മൾ AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിലേക്ക് വരുന്ന ചാർജുകളുടെ ചാർജ് ഫ്ലോയുടെ റേറ്റ് ഇനീഷ്യലി വളരെ കൂടുതലായിരിക്കും. അടുത്ത് പോസിറ്റീവ് ആണെങ്കിൽ മറ്റടുത്ത് നെഗറ്റീവ്. ഇനീഷ്യലി വളരെ കൂടുതലായിരിക്കും. പക്ഷെ ഒരു സാച്ചുറേഷനിലേക്ക് പോയി കഴിയുമ്പോൾ അതിന്റെ റേറ്റ് വളരെ കുറവായിരിക്കും. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ചാർജിന്റെ ഫ്ലോ ഏറ്റവും, ചാർജിന്റെ എണ്ണമല്ല, ചാർജിന്റെ ഫ്ലോ ഏറ്റവും ഈസി ആയിട്ടുള്ള എപ്പോഴായിരിക്കും, ഇനീഷ്യൽ സ്റ്റേറ്റിലായിരിക്കും. സോ കറണ്ട് മാക്സിമം എപ്പോഴായിരിക്കും, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്തായിരിക്കും കറണ്ട് ഇതിലേക്ക് പോകുന്നത് മാക്സിമം വരുന്നത്. കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജിന്റെ എണ്ണമല്ല, ചാർജിന്റെ ഫ്ലോ റേറ്റ് ആണ്. എത്ര സ്പീഡിൽ ചാർജ് ഫ്ലോ ചെയ്യുന്നതാണ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ അതാണ് കറണ്ടിന്റെ ഡെഫിനിഷൻ. അതുകൊണ്ട് ചാർജിന്റെ ഫ്ലോ ഏറ്റവും മാക്സിമം ആയിരിക്കും ഇനീഷ്യൽ ടൈമിലായിരിക്കും. അതായത് വോൾട്ടേജ് 0യിൽ നിന്ന് മാക്സിമത്തിലോട്ട് പോകുമ്പോൾ തന്നെ കറണ്ട് ആദ്യം ഇനീഷ്യലി മാക്സിമത്തിലായിരിക്കും. ഇതാണ് നമ്മൾ പറയുന്നത്. ഒരു കപ്പാസിറ്ററിന്റെ അക്രോസ് നമ്മൾ AC വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ AC വോൾട്ടേജിനേക്കാൾ 90 ഡിഗ്രി മുമ്പിലായിരിക്കും കറണ്ട് എന്ന് പറയുന്നത്. സോ അടുത്ത ടോപ്പിക്കിൽ നമുക്ക് പവർ നോക്കാം. സോ AC വോൾട്ടേജ് ഒരു കപ്പാസിറ്ററിന് അക്രോസ് അപ്ലൈ ചെയ്യുമ്പോൾ ആ കപ്പാസിറ്റർ കൺസ്യൂം ചെയ്യാൻ പോകുന്ന പവർ എന്ന് പറയുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ പവറിന് ഞാൻ മുമ്പ് എടുക്കുന്ന ഇക്വേഷൻ തന്നെ, പവർ P is equal to I into V എന്നുള്ള എക്സ്പ്രഷൻ നമുക്ക് എടുക്കാം. ഇപ്പൊ ഒരു കപ്പാസിറ്ററിന്റെ കേസിലാണെങ്കിൽ I എന്ന് പറയുന്നത് നമ്മളിപ്പോ പ്രൂവ് ചെയ്തു, ദാറ്റ് ഈസ് IM sin omega t plus pi/2 ആണ്. അതുപോലെ V എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, അത് VM sin omega t ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് IM ഉം VM ഉം ഞാൻ ആദ്യമേ തന്നെ എഴുതുന്നു. സോ IM VM sin omega t ഉണ്ട്. ഓക്കെ, sin omega t. ഈ cos sin omega t plus pi/2 എന്ന് പറയുന്നത് അത് cos omega t ആണ്. നമ്മുടെ മുമ്പത്തെ പ്രൂഫിൽ cos omega t യിൽ നിന്നാണ് അതിനെ sin omega t plus pi/2 എന്ന് മാറ്റി എഴുതിയത്. അതുകൊണ്ട് sin omega t plus pi/2 എന്ന് പറയുന്നത് അത് cos omega t ആണ്. ക്ലിയർ ആണല്ലോ? നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ, ലാസ്റ്റ് ലെക്ചറിൽ പറഞ്ഞതുപോലെ തന്നെ sin 2θ എന്ന് പറയുന്നത് sin 2θ is equal to 2 sin θ cos θ ആണ്. അതിൽ നിന്നും 2നെ ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്താൽ sin 2θ/2 ഈക്വൽ ടു sin θ cos θ എന്നാണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം sin omega t cos omega t, അതായത് sin θ cos θ. അതിന് നമുക്ക് എന്തെന്ന് എഴുതാം, 1/2 into sin 2θ എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു IM VM. ബാക്കി sin θ cos θയ്ക്ക് പകരം നമുക്ക് sin 2θ, ഇവിടുത്തെ θ ഒമേഗ ടി ആണ്, sin 2θ/2 എന്ന് നമുക്ക് എഴുതാം. സോ /2 എന്ന് എഴുതാം. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന പവർ ആണ്, പവർ ഓഫ് AC ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ മുമ്പ് പറയുന്നത് പോലെ തന്നെ ഇതൊരു സൈൻ വേവ് ആണ്, ഇതിലൊരു സൈൻ ഫംഗ്ഷൻ ഉണ്ട്. അത് ടൈമിനനുസരിച്ച് ടൈം ടു ടൈം വേരിയിങ് ആണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ആവറേജ് പവർ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഒരു ഓവർ എ സൈക്കിൾ, ഒരു സൈൻ സൈക്കിളിൽ എത്രയാണ് ആവറേജ് പവർ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് കണ്ടുപിടിക്കണം. സോ പവർ ആവറേജ് ഈസ് ഈക്വൽ ടു IM VM/2. അതൊരു കോൺസ്റ്റന്റ് പാരാമീറ്റർ ആണ്, അതിന് നമ്മൾ ആവറേജ് എടുക്കേണ്ട കാര്യമില്ല. സോ IM VM/2 അവിടെ നിൽക്കുന്നു. ബാക്കി വരുന്ന സൈൻ ഫംഗ്ഷൻ sin 2 ഒമേഗ ടിയുടെ ആവറേജ് ആണ് നമ്മൾ എടുക്കുക. നമ്മൾ ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ പറഞ്ഞിരുന്നു sin 2 ഒമേഗ ടിയുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഇത് 0 ആണ്. സോ 0 into this quantity will be 0 എന്ന് നമുക്ക് കിട്ടും. അതായത് ഒരു ഐഡിയൽ കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ ഒരു ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ചൂടാവുക പോലും ചെയ്യരുത്. അതിന് ഒരു ഹീറ്റ് എനർജി കൺസപ്ഷൻ പോലും ഇല്ല. അതായത് ഐഡിയൽ കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം തിയറിറ്റിക്കൽ വാല്യൂ ഓഫ് പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഇൻഡക്ടറിന്റെ കേസിലും കപ്പാസിറ്ററിന്റെ കേസിലും നമുക്ക് കിട്ടുന്ന പവർ എന്ന് പറയുന്നത്, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്ന പവർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്നാൽ റെസിസ്റ്ററിന്റെ കേസിൽ നമുക്ക് പവർ ഉണ്ട്, അത് IM VM ഡിവൈഡഡ് ബൈ 2 എന്നാണ് നമുക്ക് കിട്ടുക. സോ നമുക്ക് അവിടെ ഒരു പവർ ഉണ്ട്. ആ പവറിൽ നിന്നുമായിരുന്നു നമ്മൾ RMS വാല്യൂ ഓഫ് വോൾട്ടേജും RMS വാല്യൂ ഓഫ് കറണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതെന്നുള്ള കാര്യവും ഓർക്കുക. നമുക്ക് ഇതേ പവറിന്റെ വാല്യൂസിനെ തന്നെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൂടി നോക്കിയാൽ നമുക്ക് വളരെ വേഗം ഈ 3 പവറുകളെയും ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒന്ന് കണ്ടാൽ, ഫസ്റ്റ് കേസിൽ AC വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് റെസിസ്റ്റർ എന്നുള്ളതായിരുന്നു. റെസിസ്റ്ററിന്റെ കേസിൽ നമുക്കറിയാം കറണ്ടിന്റെ വോൾട്ടേജിന്റെ ഇക്വേഷൻ, വോൾട്ടേജ് V is equal to VM sin omega t
കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി എന്നായിരുന്നു. കറണ്ടും വോൾട്ടേജ് നമ്മുടെ റിലേഷൻ. വോൾട്ടേജ് വി എം സൈൻ ഒമേഗ ടി, കറണ്ട് ഐ എം സൈൻ ഒമേഗ, രണ്ടും ഒരുപോലായിരുന്നു വേരിയേഷൻ വരുന്നത്. അതുകൊണ്ട് നമുക്കൊരു സൈൻ വേവിനെ റെപ്രസെന്റേഷൻ നടത്തിയാൽ ഇതായിരുന്നു ഒരു സൈൻ വേവ്. ഇത് വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണെങ്കിൽ കറണ്ടും അതുപോലെ തന്നെയായിരുന്നു. വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ടും കൂടും, വോൾട്ടേജ് കുറയുമ്പോൾ കറണ്ടും കുറയും. ഇതുപോലെ തന്നെയായിരുന്നു പോവുക. സോ ഞാൻ ഈ ഒരു സൈൻ ഫംഗ്ഷനെ ഞാനൊരു 4 പാർട്ടായിട്ട് തിരിച്ചാല് ഹാഫ് പോർഷൻ വന്നു. സോ 3/2 പോർഷൻ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ഫുൾ സൈൻ വേവ് വന്നു. ഇവിടെ ഒരു ഫുൾ സൈൻ വേവിനെ നമ്മൾ ഇത്തരത്തിലുള്ള റെപ്രസെന്റേഷൻ നടത്തിയാൽ അല്പം കൂടി വലിയ പിക്ചർ വരയ്ക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വോൾട്ടേജ് ഒരു സൈൻ ഫംഗ്ഷൻ ആണ്. കറണ്ടും അതുപോലെ തന്നെ ഒരു സൈൻ ഫംഗ്ഷൻ ആയിട്ടാണ് വേരി ചെയ്യുക. ഞാനിതിനെ ഒരു 4 1/4 സൈക്കിൾസ് ആക്കിയാൽ ഇപ്പൊ ഹാഫായി. 1/4 പോർഷൻസ് ആക്കിയാല് നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം, ഈ ഫസ്റ്റ് 1/4 ക്വാർട്ടർ സൈക്കിൾ നമ്മൾ നോക്കിയാല് അവിടെ വോൾട്ടേജും സോളിഡ് ലൈൻ ആണ് വോൾട്ടേജ്, ഇതാണ് ഡോട്ട് ലൈൻ ആണ് കറണ്ട്. വോൾട്ടേജും കറണ്ടും രണ്ടും പോസിറ്റീവ് സൈഡിലാണ് നിൽക്കുക. സോ പവറിന്റെ ഇക്വേഷൻ പവർ പി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു വി ആണ്. അപ്പൊ ഇത് രണ്ടും പോസിറ്റീവ് ആണ്. രണ്ട് പോസിറ്റീവ് ക്വാണ്ടിറ്റീസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് മറ്റൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി തന്നെയായിരിക്കും. സോ എനിക്ക് ഇവിടെ ഒരു പോസിറ്റീവ് പവർ ഉണ്ടായിരിക്കും. ഇവിടെ ഒരു പവർ പോസിറ്റീവ് പവർ ആയിട്ട് നമുക്ക് ഉണ്ടായിരിക്കും ഇവിടെ. സോ നെക്സ്റ്റ് നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ രണ്ടും പോസിറ്റീവ് ആണ്. രണ്ടും വീണ്ടും ഇതിന്റെ ഈ ലൈനിന്റെ മേളിലാണ് കിടക്കുന്നത്. കറണ്ടും വോൾട്ടേജും പോസിറ്റീവ് ആണ്. അഗൈൻ പോസിറ്റീവിനെ രണ്ട് പോസിറ്റീവ് ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് കിട്ടാൻ പോകുന്നത് മറ്റൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. കാരണം പവറിന്റെ ഇക്വേഷൻ കറണ്ട് ഇൻറ്റു വോൾട്ടേജ് എന്നുള്ളതാണ്. സോ എനിക്ക് വീണ്ടും ഇവിടെ ഒരു പവറിന് ഒരു വാല്യൂ കിട്ടും. അതുപോലെ ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ കറണ്ടും വോൾട്ടേജും നെഗറ്റീവിലാണ് നിൽക്കുക. സോ രണ്ട് നെഗറ്റീവ് ക്വാണ്ടിറ്റീസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് കിട്ടാൻ പോകുന്ന ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി തന്നെയായിരിക്കും. സോ അഗൈൻ എനിക്കൊരു പോസിറ്റീവ് പവർ ഇവിടെ ഉണ്ടായിരിക്കും. അതുപോലെ നാലാമത്തെ ക്വാഡ്രന്റ് സൈക്കിൾ നമ്മൾ എടുത്താലും രണ്ടും നെഗറ്റീവ് വാല്യൂസ് ആണ്. നെഗറ്റീവ് വാല്യൂകളെ രണ്ടെണ്ണത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് വീണ്ടും ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടും. അതായത് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടുത്തെ ഒരു ആവറേജ് പവർ എന്ന് പറയുന്നത് നമുക്കൊരു പോസിറ്റീവ് സൈഡിൽ ഒരു പോസിറ്റീവ് വാല്യൂ എപ്പോഴും ഉണ്ടായിരിക്കും. ഇതൊരു റെസിസ്റ്ററിന്റെ കേസിലാണ്. രണ്ടാമത് നമ്മളൊരു ഇൻഡക്ടറിന്റെ കേസിലോട്ട് മാറിയാൽ, ഇൻഡക്ടറിന്റെ കേസിലോട്ട് എടുത്താല് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് V is equal to Vm sin omega t ആണ്. നമുക്ക് കിട്ടുന്ന കറണ്ട് Im sin omega t മൈനസ് π/2 ആണ്. വോൾട്ടേജ് Vm sin omega t ആകുമ്പോൾ കറണ്ട് Im sin omega t മൈനസ് π/2 90 ഡിഗ്രി പുറകിലായിരിക്കും. സോ നമ്മൾ അതിന്റെ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വന്നാൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് നമ്മൾ സാധാരണ വരയ്ക്കുന്നത് പോലെ സൈൻ ഫംഗ്ഷൻ ആയിട്ട് വരച്ചു. ഇത് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് വോൾട്ടേജിനേക്കാളും 90 ഡിഗ്രി പുറകിലായിരിക്കും. അതായത് ഇവിടുത്തെ കേസിൽ ഇത് 0 എത്തുമ്പോൾ കറണ്ട് ഇവിടെ -1 എത്തത്തുള്ളൂ. വോൾട്ടേജ് കൂടി 90 എത്തുമ്പോൾ ഇത് ഇവിടുന്ന് കൂടി 0 വരെ എത്തത്തുള്ളൂ. അതിനുശേഷം ഇത് വീണ്ടും ഡ്രോപ്പ് ഡൗൺ ചെയ്ത് 0 വരുമ്പോഴാണ് ഇത് +1 എത്തുന്നത്. അതുപോലെ ഇത് -1 എത്തുമ്പോഴാണ് ഇത് തിരിച്ച് 0 എത്തുക. തിരിച്ച് ഇത് -1 എത്തുക. അതായത് ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, കറണ്ട് വോൾട്ടേജിനേക്കാളും 90 ഡിഗ്രി പിറകിലായിരിക്കും. സോ ഇതിനെ ഞാൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ക്വാഡ്രന്റ് സൈക്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം, ആദ്യത്തെ സൈക്കിൾ നോക്കുമ്പോൾ അറിയാം, ഫസ്റ്റ് ക്വാഡ്രന്റ് സൈക്കിൾ നോക്കുമ്പോൾ ഈ ഒരു പോർഷൻ മാത്രം നോക്കുമ്പോൾ ഇവിടെ വോൾട്ടേജ് പോസിറ്റീവ് സൈഡിലാണ് നിൽക്കുന്നത്, എന്നാൽ കറണ്ട് ഇവിടെ നെഗറ്റീവ് സൈഡിലാണ് നിൽക്കുന്നത്. സോ വോൾട്ടേജ് പോസിറ്റീവ് സൈഡിലും കറണ്ട് നെഗറ്റീവ് സൈഡിലുമാണ്. സോ ഒരു വോൾട്ടേജ് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി നെഗറ്റീവ് ക്വാണ്ടിറ്റിയും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്. കാരണം പവറിന്റെ ഇക്വേഷൻ സിംപ്ലി I ഇൻറ്റു വി ആണ്. കറണ്ടിനെ വോൾട്ടേജിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ വോൾട്ടേജ് പോസിറ്റീവ് ആണ്, കറണ്ട് നെഗറ്റീവ് ആണ്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. സോ പവർ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. സോ രണ്ടാമത്തെ കേസിലോട്ട് വരുമ്പോൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ വോൾട്ടേജ് പോസിറ്റീവ് ആണ്, കറണ്ടും ഇവിടെ അപ്പർ സൈക്കിളിൽ തന്നെയാണ്, രണ്ടും പോസിറ്റീവ് ആണ്. രണ്ട് പോസിറ്റീവ് ക്വാണ്ടിറ്റീസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന മറ്റൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. സോ പവർ എന്ന് പറയുന്നത് പോസിറ്റീവ് സൈഡിലായിരിക്കും നിൽക്കുക. വീണ്ടും ഇവിടെ എത്തിക്കഴിയുമ്പോൾ
കറണ്ട് ഇപ്രാവശ്യം പോസിറ്റീവ് ആണ്, എന്നാൽ വോൾട്ടേജ് നെഗറ്റീവ് ആണ്. മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു പോസിറ്റീവിനെ നെഗറ്റീവിനെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. എന്നാൽ ഫൈനലി വോൾട്ടേജും കറണ്ടും രണ്ടും നെഗറ്റീവിലാണ് നിൽക്കുക. സോ രണ്ട് നെഗറ്റീവ് ക്വാണ്ടിറ്റീസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുക ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. സോ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് പവർ ആയിരിക്കും. ഈ ഒരു 1 സൈക്കിൾ എടുത്തു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ രണ്ട് സ്ഥലത്ത് നെഗറ്റീവിൽ പവർ വന്നിട്ടുണ്ട്, രണ്ട് സ്ഥലത്ത് പോസിറ്റീവിൽ പവർ വന്നിട്ടുണ്ട്. എല്ലാത്തിനെയും വാല്യൂസ് ക്ലിയറുമാണ്. സോ ഒരു ഓവർ എ ഫുൾ സൈക്കിൾ എടുക്കുമ്പോൾ അതിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ നോക്കിയാൽ ഇതിന്റെ രണ്ട് നെഗറ്റീവ് സൈക്കിൾസും ഉണ്ട്, രണ്ട് പോസിറ്റീവ് സൈക്കിൾസ് ഉണ്ട്. ദാറ്റ് മീൻസ് അവർ നമ്മൾ ക്യാൻസൽ ആയി. നമുക്ക് കിട്ടാൻ പോകുന്ന ആവറേജ് പവർ എന്ന് പറയുന്നത് എസിയുടെ ആവറേജ് പവർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇതൊരു ഇൻഡക്ടറിന്റെ കേസിലാണ്. ആൻഡ് ഫൈനലി നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത കപ്പാസിറ്ററിന്റെ കേസിലേക്ക് വരുമ്പോൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് V is equal to Vm sin omega t, കിട്ടുന്ന കറണ്ട് Im sin omega t plus pi by 2. സോ വോൾട്ടേജ് Vm sin omega t, കറണ്ട് Im sin omega t plus pi by 2. നമ്മൾ കർവ് വരയ്ക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വോൾട്ടേജിന്റെ കർവ് ഞാൻ ആസ് യൂഷ്വൽ വരയ്ക്കുകയാണ്. വോൾട്ടേജ് ഒരു സൈൻ ഫംഗ്ഷൻ ആണ്. ആൻഡ് കറണ്ടിന്റെ കേസിൽ കറണ്ട് പൈ ബൈ 2 ഡിഗ്രി മുൻപിലായിരിക്കും. സോ ഇവിടെ വോൾട്ടേജ് 0 ആകുമ്പോൾ തന്നെ കറണ്ട് മാക്സിമം ആയിരിക്കും. ഇനീഷ്യലി വോൾട്ടേജ് 0 ആകുമ്പോൾ തന്നെ കറണ്ട് ഓൾറെഡി മാക്സിമം ആയിരിക്കും, 90 ഡിഗ്രി മുൻപിലായിരിക്കും. ഇനി വോൾട്ടേജ് മാക്സിമത്തിലോട്ട് വരുമ്പോൾ കറണ്ട് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് 0 വരുന്നു. കറണ്ട് 0 വരുമ്പോൾ വോൾട്ടേജ് 0 വരുമ്പോൾ കറണ്ട് മുമ്പിൽ പോവുകയാണ്. കറണ്ട് ഓൾറെഡി -1 അതുപോലെ തന്നെ കറണ്ട് 0 എത്തുമ്പോൾ ഇത് തിരിച്ച് -1 എത്തുന്നതേ ഉള്ളൂ. വീണ്ടും വോൾട്ടേജ് 0 എത്തുമ്പോൾ നമ്മുടെ കറണ്ട് മുൻപിലായിട്ട് 1 എത്തുന്നു. നമുക്ക് നോക്കുമ്പോൾ കറണ്ട് വോൾട്ടേജിനേക്കാളും 90 ഡിഗ്രി മുൻപിലാണ് പോകുന്നത് എന്നുള്ളത് അറിയാം. നമ്മൾ ഇതിനെ വീണ്ടും പകുതിയായിട്ട് തിരിച്ചു. ആൻഡ് 1/4 പോർഷനായിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് 1/4 സൈക്കിൾ നോക്കിയാൽ ഇവിടെ വോൾട്ടേജും പോസിറ്റീവാണ്, കറണ്ടും പോസിറ്റീവാണ്, രണ്ട് പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. സോ നമുക്ക് കിട്ടാൻ പോകുന്ന പവറും പോസിറ്റീവ് ആയിരിക്കും. കറണ്ട് ഇൻറ്റു വോൾട്ടേജ്, പവറിന്റെ ഇക്വേഷൻ പവർ P is equal to I into V ആണ്, രണ്ടും പോസിറ്റീവ് ആയിരിക്കും. രണ്ടാമത്തത് നോക്കിക്കഴിഞ്ഞാൽ വോൾട്ടേജ് പോസിറ്റീവ് ആണ്, കറണ്ട് നെഗറ്റീവ് ആണ്, മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടാൻ പോകുന്ന ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. ആൻഡ് തേർഡ് ക്വാഡ്രന്റ് നോക്കിയാൽ നമ്മുടെ വോൾട്ടേജും കറണ്ടും നെഗറ്റീവ് സൈഡിലാണ് നിൽക്കുക. വോൾട്ടേജും നെഗറ്റീവ് ആയിരിക്കും, വോൾട്ടേജ് നെഗറ്റീവ് ആയിരിക്കും, കറണ്ട് നെഗറ്റീവ് ആയിരിക്കും. രണ്ട് നെഗറ്റീവ് ക്വാണ്ടിറ്റീസിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. സോ അവിടെ കിട്ടുന്ന ഒരു പോസിറ്റീവ് പവർ ആയിരിക്കും നമുക്ക് കിട്ടുക. ആൻഡ് ഫൈനലി ലാസ്റ്റ് സൈക്കിൾ നോക്കിയാൽ ഇവിടുത്തെ കേസിൽ 1/4 സൈക്കിൾ നോക്കിയാൽ ഇവിടുത്തെ കേസിൽ കറണ്ട് നെഗറ്റീവും വോൾട്ടേജ് പോസിറ്റീവാണ്. സോ ഒരു വോൾട്ടേജ് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് കിട്ടുന്നത് വീണ്ടും ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. സോ ദാറ്റ് വിൽ ബി നെഗറ്റീവ്. ഇവിടെ നമുക്ക് നോക്കുമ്പോഴും അറിയാം രണ്ടെണ്ണം പോസിറ്റീവ് സൈക്കിൾ നിൽപ്പുണ്ട്, പവർ രണ്ടെണ്ണം നെഗറ്റീവിലാണ് ഓവർ എ സൈക്കിൾ നോക്കിയാൽ. സോ ഇവിടുത്തെ കേസിലും ആവറേജ് പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഞാൻ ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ആദ്യത്തെ ഈ ഒരു 3 ടോപ്പിക്കുകൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരു റെസിസ്റ്ററിന് അക്രോസ് നമ്മൾ AC വോൾട്ടേജ് കൊടുക്കുമ്പോൾ കറണ്ടും വോൾട്ടേജും ഇൻ ഫേസിലായിരിക്കും, അവിടെ ഒരു ആവറേജ് പവർ ഉണ്ടായിരിക്കും. എന്നാൽ ഇൻഡക്ടറിന്റെ കേസിൽ കറണ്ട് വോൾട്ടേജിനേക്കാൾ 90 ഡിഗ്രി പുറകിലും കപ്പാസിറ്ററിന്റെ കേസിൽ കറണ്ട് വോൾട്ടേജിനേക്കാൾ 90 ഡിഗ്രി മുൻപിലും ആയിരിക്കും. രണ്ടിന്റെ കേസിലും ആവറേജ് പവർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ 3 ടോപ്പിക്കുകൾ. നാലാമത്തെ ടോപ്പിക്ക് നമുക്ക് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു LCR സർക്യൂട്ടിന് അക്രോസ് ഒരു സൈൻ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്തരത്തിലായിരിക്കും അതിന്റെ ചേഞ്ച്. അപ്പൊ ആദ്യത്തെ 3 ടോപ്പിക്കുകൾ നല്ലതുപോലെ അറിയാമെങ്കിൽ അടുത്ത ടോപ്പിക്ക് വളരെ സിമ്പിൾ ആണ്. കൂടുതൽ പ്രോബ്ലംസും അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുള്ളത് ഈ LCR സർക്യൂട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. കേട്ടിരുന്നതിന് നന്ദി.